എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയോ, പ്രോഗ്രാം ലോജിക്കാണ്. അതായത് നമ്മൾ എപ്പോഴും പലപ്പോഴും നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം അല്ലേ, എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്, എന്താണ് പ്രോസസ്സ് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരു സംഭവമാണ്. അപ്പം അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഞാൻ ഇത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൽസിഫ് വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് നമുക്ക് ആ ലോജിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത്. നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ കുറേ വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ടെലിഫോൺ ബിൽ ആസ് പെർ ദ ഗിവൺ ഇൻസ്ട്രക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് 100 കോൾസിന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 100 അല്ലേ, ₹100 ആണ് പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റ് 100 കോൾസിന് പറയുന്നത് എന്താണ്, 100 ആണ് പറയുന്നത്. അത് നെക്സ്റ്റ് 50 കോൾസിന്, അതായത് അത് കഴിഞ്ഞിട്ട് വരുന്നത്, അതായത് ഇപ്പോൾ 100ന് എബോവ് വരുന്ന എത്ര കോൾസ് ഉണ്ടോ അതിന് ഒരു കോളിന് ₹2 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത സ്റ്റെപ്പ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മോർ ദാൻ 150 കോൾ അല്ലെ, മോർ ദാൻ 150 കോൾ വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടത്, ഓരോ കോളിനും എത്ര വെച്ച് വേണം, 2.5 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ കേസിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നോക്കുക, ആദ്യത്തെ 100 കോൾസിന് ഇത്ര, അടുത്ത 150 കോൾസിന് ഇത്ര, 150 എബോവ് ഇത്ര, അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അത് പോരാ അല്ലെ. അപ്പൊ എത്ര വന്നാലും ആദ്യത്തെ 100 കോൾസിന് എത്രയേ കൊടുക്കാവൂ, 100 കൊടുക്കാവൂ. അത് കഴിഞ്ഞുള്ള 50 കോൾസിന് എത്ര വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം, 2 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ആ സമയത്ത് പിന്നെ വരുന്ന, അതായത് എബോവ് 150 വരുന്നത് എല്ലാത്തിനും എത്രയാണ്, 2.5 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിന്റെ കണ്ടീഷൻസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഒരു ലാംഗ്വേജും വെച്ചിട്ടല്ല പറയുന്നത്, ഏത് ലാംഗ്വേജിലായാലും നമുക്കിത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ജാവ ആയിക്കോട്ടെ, സി ആയിക്കോട്ടെ, C++ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൈത്തൺ ആയിക്കോട്ടെ, C# ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജിലായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് വെച്ചിട്ടല്ല ഞാനിത് പറയുന്നത്, അതിന്റെ പ്രോഗ്രാം ലോജിക്കാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏത് ലാംഗ്വേജിലായാലും ആ പർട്ടിക്കുലർ ലാംഗ്വേജിന്റെ ഇൻസ്ട്രക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് ഇത് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, നമ്മൾ ആദ്യം എന്താണ് ഇവിടെ കോൾസ് റീഡ് ചെയ്യണം. ഡിക്ലറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ അത് പറയാം അല്ലെ. അത് കഴിഞ്ഞിട്ട് വാല്യൂ റീഡ് ചെയ്യാം. റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോൾസ് മാത്രമാണ് ഇവിടെ ഇൻപുട്ടിൽ വരുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് ആണ്. പിന്നെ പറയുന്നത് എന്താണ്, ഇത് പ്രിന്റിങ്ങിൽ വരുമ്പോൾ ടെലിഫോൺ ബില്ല് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്പർ ഓഫ് കോൾസും അതുപോലെ എമൗണ്ടും ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കണം അല്ലെ. നോർമലി നമുക്ക് ബിൽസ് പറയുമ്പോൾ അതൊന്നും പോരാ, എല്ലാം വേണം അല്ലെ. കൺസ്യൂമർ നമ്പർ, കസ്റ്റമർ ID എല്ലാം നമുക്ക് അവിടെ വരണം അല്ലെ. അപ്പൊ അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്ക് റീഡിങ്ങും പ്രിന്റിങ്ങും മാത്രമാണ്, അത് വലിയ കാര്യമുള്ളൊരു വിഷയമല്ല. പക്ഷെ ഈ കാൽക്കുലേഷൻ എങ്ങനെ ഇഫ് നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയോളൂ, ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞ, ഇഫില് വരുന്നതെന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് കോൾസ് നമ്മൾ റീഡ് ചെയ്തു. അപ്പൊ കോൾസ് ലെസ് ദാൻ ഈക്വൽ ടു 100 ആണെങ്കിൽ, അതായത് 100 കോൾസ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ലെസ് ദാൻ ഈക്വൽ ടു 100 ആണെങ്കിൽ എമൗണ്ട് എത്രയാണ്, 100 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത എൽസിഫിൽ പറയുന്നതെന്ന് പറഞ്ഞാല് എൽസിഫിൽ എന്ത് കൊടുക്കും, കോൾസ് ലെസ് ദാൻ ഈക്വൽ ടു 150 അല്ലെ ആണെങ്കിൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു ആദ്യത്തെ 100 കോളിന് നമ്മൾ എത്ര തന്നെ കൊടുക്കണം, 100 തന്നെ കൊടുക്കണം. മനസ്സിലായോ. അത് കഴിഞ്ഞുള്ള റിമൈനിങ് എത്രയാണോ അതിന് 2 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ കൊടുക്കും, 100 അത് ഫിക്സഡ് ആണ്, അത് 100 തന്നെയാണ്. 100 പ്ലസ് എത്ര വന്നു, കോൾസ് മൈനസ് 100. സപ്പോസ് ഇപ്പൊ നമ്മൾ റീഡ് ചെയ്ത നമ്പർ ഓഫ് കോൾസ് എന്ന് പറയുന്നത് 120 ആണെങ്കിൽ ആദ്യത്തെ 100 കോളിന് എത്ര വരും എമൗണ്ട്, 100 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. അത് കഴിഞ്ഞിട്ട് ഉള്ള 20 കോൾസിനാണ് നമ്മൾ 2 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ പറയും, കോൾസ് മൈനസ് 100 പറയണം. മനസ്സിലായോ. കോൾസ് മൈനസ് 100, 120 മൈനസ് 100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 20 കിട്ടി. ആ 20ക്ക് എത്ര വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം, 2 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. പിന്നെ പറയുന്നത് പറഞ്ഞാല് എന്താണ്, എബോവ് 150 വന്നു കഴിഞ്ഞാൽ എത്ര കാൽക്കുലേറ്റ് ചെയ്യണം, 2.5 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇപ്പൊ സപ്പോസ് 170 ആണെന്ന് വെക്കും, നമ്പർ ഓഫ് കോൾസ് 170 ആണെങ്കിൽ ആദ്യത്തെ 100ന് എന്ത് തന്നെ കൊടുക്കണം, 100 തന്നെ കൊടുക്കണം. അടുത്ത 50ക്ക് 2 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാവൂ. പിന്നെ വരുന്ന റിമൈനിങ്ങിന് വേണം 2.5 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മളിവിടെ എങ്ങനെ പറയും, അപ്പൊ നമ്മളിവിടെ എങ്ങനെ പറയുന്നത്,
ആദ്യത്തെ ഫസ്റ്റ് 100ന് നമ്മൾ ഫിക്സഡ് ആയിട്ട് പറഞ്ഞു 100 എന്ന് പറഞ്ഞു. അടുത്ത 50ക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? 50 × 2 അല്ലെ. ഇനിയാണ് എന്താണ് വരുന്നത്? റിമൈനിങ്ങിന് വേണം എടുക്കാൻ. അപ്പൊ കോൾസ് -150 അല്ലെ. ഇപ്പൊ 170 ആണെങ്കിൽ കോൾസ് -150 എത്ര എടുക്കും? 20 എടുക്കും. 20 ഇൻറ്റു എന്ത് കൊടുക്കണം? 20 ഇൻറ്റു 2.5 ആണ്. നമ്മളെ കാൽക്കുലേഷൻ അനുസരിച്ച് 20 ഇൻറ്റു എന്താ വേണ്ടത്? 2.5 ആണ് അല്ലെ. അപ്പൊ 2.5 വെച്ചിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കുന്ന എൽസിഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് ഏത് ലാംഗ്വേജിലായിക്കോട്ടെ നമുക്ക് എന്താ ചെയ്യാം? ഈ ഒരു ലോജിക്ക് നമ്മുടെ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിന്റെ സിന്റാക്സ് എഴുതുക, അതിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പിന്നെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ തന്നെ ടാക്സ് വെച്ചിട്ട് ടാക്സിന്റെ കാൽക്കുലേഷൻ പറയാല്ലേ. ഇപ്പൊ 1 lakh above ആണെങ്കിൽ ഇത്ര, നെക്സ്റ്റ് 30ക്ക് ഇത്ര, നെക്സ്റ്റ് 40ക്ക് ഇത്ര, അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻസ് വരുന്ന ഒരു പ്രോഗ്രാം കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ തരാം. അപ്പൊ എല്ലാവരും ഒന്ന് വർക്ക് ചെയ്ത് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നേ. എങ്ങനെ വരും? ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻകം ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ റീഡ് ചെയ്യുന്നത് ഏതാണ്? ഇൻകം റീഡ് ചെയ്യണം. അതുപോലെ പിന്നെന്താ ചെയ്യേണ്ടത്? ഇൻകം റീഡ് ചെയ്യണം, എംപ്ലോയി നെയിം റീഡ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇൻകം വെച്ചിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ് ടു 40,000 എത്രയാണ്? നില്ലാണ്, ടാക്സ് ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 30ക്കാണ്. നെക്സ്റ്റ് 30ക്ക് എത്ര പെർസെന്റേജ് ആണ്? 20% വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 30ക്ക് എങ്ങനെ പറയും? 30% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. എബവ് 1 lakh ആണെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു? 40% വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഇതെല്ലാവരും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ ഓക്കെ പറയണേ. ഓക്കെ, മെസ്സേജ് ഇടുക. അപ്പൊ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കാൽക്കുലേഷൻ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സെയിം തന്നെയാണ്, വേറെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇത് എങ്ങനെയാണ് ഇഫില് നമ്മൾ കാൽക്കുലേഷൻ പറയുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. പലരും പറയാറുണ്ടല്ലേ, ഞാനിപ്പോ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് പറ്റില്ല, കാരണം ഞാൻ മാത്സ് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നേരത്തെ വേറൊരു ലാംഗ്വേജ് പഠിച്ചിട്ടില്ല. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. നമ്മളിപ്പോ എന്ത് പഠിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇപ്പൊ മാത്സ് എന്ന് പറഞ്ഞാൽ ബേസിക് കാൽക്കുലേഷൻ നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായോ? ബേസിക് കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കാം. അതുപോലെ ഒരു ഫോർമുല തന്നു കഴിഞ്ഞാൽ ഇതിനെ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മാത്സ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പിന്നെ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ബേസിക് ആയിട്ട് C പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ C++ പഠിച്ചിട്ടില്ല, ഞാൻ എങ്ങനെ ജാവ പഠിക്കും, അല്ലെങ്കിൽ C# പഠിക്കും, അതൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലെ. നമ്മളിപ്പോ ഫ്രഷ് ആയിട്ടൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ സ്റ്റാർട്ടിങ് മുതൽ അങ്ങ് തറവായിട്ട് നമ്മൾ ലോജിക്ക് മനസ്സിലാക്കി കറക്റ്റായിട്ട് ചെയ്തു പോകാമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാമിംഗ് എന്നുള്ളവരെ കുറിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ക്ലാസ് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് നമ്പർ കൊടുത്തേക്കാം. നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് കറക്റ്റ് ലോജിക്ക് മനസ്സിലാക്കി ക്ലാസ് ചെയ്തു പോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ക്ലാസ് ചെയ്യാം. ടൈം കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് നമുക്ക് ക്ലാസ് ടൈം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായി കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായിട്ടില്ല എങ്കിൽ കമന്റ് ഇടാം, കുറച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഞാൻ ഈ തന്ന ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.